അല്ലു അർജുൻ അറസ്റ്റിൽ. പുഷ്പ 2 പ്രീമിയർ ഷോക്കിടെ തിക്കിലും തിരക്കിലും സ്ത്രീ മരിച്ച കേസിലാണ് അറസ്റ്റ്. പോലീസ് ഹൈദരാബാദ് ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു കോണ്ടന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഡിസംബർ 5-ാം തീയതി അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. പുഷ്പ 2ൻ്റെ പ്രീമിയറിനിടെ അതിഭീകരമായ തിരക്ക്. ആ തിരക്കുണ്ടാവാൻ കാരണം അല്ലു അർജുനും സിനിമേൻ്റെ ബാക്കി ടീമുകളും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ഈ പ്രീമിയർ ഷോ നടക്കുന്ന തിയേറ്ററിലേക്ക് വന്നു. അത് ആളുകൾ അറിഞ്ഞു, ആളുകൾ തിരക്കി കയറി. അപ്പോൾ കേസെടുത്തതിന് ശേഷം ബാക്കി നിയമ നടപടികൾ എന്തൊക്കെ, അല്ലെങ്കിൽ നിയമ ഉപദേശം എന്തൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലു അർജുൻ ആൻഡ് ടീം ഇങ്ങനെ നിയമ സഹായം ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കപ്പിൾ ഓഫ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ അല്ലു അർജുൻ എന്ത് ചെയ്തു, ഭയങ്കര ഹൃദയം തകർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ മരിച്ചുപോയ ലേഡിയുടെ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് ഒരു ഇത്ര എമൗണ്ട് കൊടുക്കാമെന്നും അവരെ ഇനി ഫെർദറായിട്ട് ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ അങ്ങേരെ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചെയ്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലു അർജുനും ബാക്കി ടീമിൻ്റെ തലയിൽ തന്നെയാണ്. ഓക്കെ, അന്ന് ഫാൻസുകാരിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇന്ന പൂരത്തെറിയുള്ളതായിരുന്നു എങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഈ ഒരു അറസ്റ്റ് ചെയ്യൽ വെറും ഡ്രാമയാണ്. ഈ നാട്ടിലെ നിയമത്തിനോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമത്തിനെ ഇവിടെ ഉള്ള പൈസ ഉള്ളവനും ഇതേപോലെ സെലിബ്രിറ്റീസും ഇവന്മാർ കോമഡി ആക്കി കളയാണോ എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. ഓക്കെ, കാരണം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വീട്ടിലെത്തിയപ്പോഴുള്ള വിഷ്വൽസ് ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, మీరేం ఆర్డర్ చేయండి, మీరేం ఆర్డర్ చేయండి. ఎందుకంటే అర్థం మార్చుకుంటారు. సార్ నాకు తీసుకెళ్తాం తప్పలేదు, చేయటం తప్పలేదు, కాదు గంట తప్పలేదు. ఈ బెడ్రూమ్ బయటకు వచ్చి బెడ్రూమ్ నుంచి వెళ్ళిపోతాం, చేశారు. అది ఇది మీకు తప్పకుండా చెప్తున్నా, ఇది మంచి విషయం కాదు. ഓക്കെ, അപ്പോൾ അല്ലു അർജുൻ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഭാര്യയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത്, ഓക്കെ, പുഷ്പ എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് ഇത് ഫാൻസ് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സിനിമയ്ക്ക് ഇതിലും വലിയൊരു പ്രൊമോഷൻ കിട്ടാനുള്ളത്. കാരണം ഓൾറെഡി 1000 കോടി പടം അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സിയിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയ്ക്ക് ഉമ്മയും കൊടുത്ത് പോലീസുകാരോട് ഞാൻ ഡ്രസ്സ് മാറ്റി ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറയുന്ന ആ ഒരു അല്ലു അർജുനെ ഇനി കുറേ ഫാൻസ് പുഷ്പയായിട്ട് കാണും, പുഷ്പയായിട്ട് കമ്പയർ ചെയ്യും. ഇനി ഇത് BGM ഇട്ട് മാസ് അടിച്ചും സാഡ് അടിച്ചും ഒക്കെ ഈ സാധനം വരും. ഓക്കെ, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് പോയതാണല്ലോ. പിന്നെ കോഫി കുടിക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് സാറെന്ന് ഒരു സമയം പറയുമ്പോഴത്തേക്ക് ഞാൻ കോഫി കുടിച്ച് ബെഡിൽ നിന്ന് നീച്ചിട്ടുള്ള ഡ്രസ്സ് മാറ്റട്ടെ, അതൊക്കെയാണെങ്കിൽ തെലുങ്കിൽ പറഞ്ഞതാണ് എൻ്റെ ഒരു അറിവ്. എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ പോലീസുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം ഇതൊക്കെ ലിറ്ററലി, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരാൾ മരിച്ചു, അതിന് കാരണമായിട്ടുള്ള ആളുകൾ, ആ മരണത്തിന് കാരണമായിട്ടുള്ള വ്യക്തിയോ വ്യക്തികളോ, ഓക്കെ, അവരുടെ ഒരു
സെലിബ്രിറ്റി സ്റ്റാറ്റസും അവരുടെ ബാക്കി പൊളിറ്റിക്കൽ പ്രിവിലേജൊക്കെ നോക്കിയിട്ടാണ് ഈ നാട്ടിലെ നിയമം. അതിപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഈ അടുത്ത് എന്താണ് ഉണ്ടായെന്നുള്ളത്. ഒരാളെ ആത്മഹത്യാ പ്രേരണ വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ആ ലേഡിക്ക് അങ്ങനെ സംഭവിച്ചത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ അല്ലു അർജുൻ അന്ന് ആ തിയേറ്ററിൽ വന്നതും ആ ഒരു ഷോ, ഓക്കെ, അവിടെ അന്ന് വെച്ച ഷോ അത് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വെച്ച ഷോ ആണ്. മനസ്സിലായോ? അതൊരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വച്ച ഷോ ആണ്. ആ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വെച്ച ഷോയിലേക്ക് വരേണ്ടത് ആ സിനിമ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ആളുകളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് മാത്രമേ വരാൻ പാടുള്ളൂ. അല്ലാതെ ഈ പുറത്തുനിന്നുള്ള എല്ലാ ഗ്യാങ്ങിനെയും വിളിച്ചൊരു അഡ്വാൻറ്റേജ് ഷോ എന്ന് പറയും അതിനകത്ത്. അതാണ് ആ FTFS പ്രീമിയർ ഷോ അവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആ ഷോയിലേക്ക് വരണം. ഇപ്പം ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് പറഞ്ഞിട്ടാണ് 4 മണിക്കോ 5 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ വീഡിയോ ലൈക്ക് നിങ്ങൾ കയറിയിട്ട് സിനിമ കാണുന്നത്? അങ്ങനെയായിരുന്നു ചോദ്യം എന്നോട്. ഫാൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ തിയേറ്ററിലേക്ക് വരാൻ കാരണം എന്താ? പ്രീ പ്രൊമോഷൻസ് ആണ്. അതിൽ നടനോ ബാക്കിയുള്ളവരോ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ പോയിട്ട് ഈ സിനിമ കാണുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ട് അല്ലു അർജുനാണ് കൊണ്ടുപോയിട്ടൊന്നും ചെയ്യൊന്നുമില്ല. ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നു, ഫാൻസ് അവിടെ ഒരുപാട് പേരുണ്ട്, വീഡിയോസ് എടുത്തിട്ട് ഒറ്റയടിക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. എഗെയിൻ ഇത് പുഷ്പ 2ൻ്റെ പ്രൊമോഷൻ അല്ലേ നടക്കുന്നത്? പുഷ്പയുടെ പ്രൊമോഷൻ തന്നെയാണ്, അതിന് വേറൊരു ഡൗട്ടും ഇല്ല. ആ മരിച്ച ലേഡിയുടെ ആ മരണം തന്നെ വീണ്ടും പ്രൊമോഷൻ ആവുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, നിനക്കിതൊരു കോണ്ടന്റ് അല്ലേ, നീ ഇത് ചെയ്യുന്നില്ലേ? എടേ, പറയണ്ടേ ആളുകളോട്, സംസാരിക്കണ്ടേ? എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമേ ഇത് ഫീൽ ആവുന്നുള്ളൂ, അത് ഞാൻ മാത്രമാണോ പറയണമെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാനിത് കണ്ടിന്യൂസ്ലി ഒരു അഗ്രസീവ് പ്രൊമോഷൻ ആവാം, സിനിമ പ്രൊമോട്ട് ചെയ്യാം, എന്ത് വേണേൽ പ്രൊമോട്ട് ചെയ്യാം, നമ്മളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നവരാണ്. പക്ഷേ ഇമോഷണൽലെസ്, അഗ്രസീവ് ആൻഡ് ഭയങ്കര ഓവർഡോസ് സാധനങ്ങൾ ചില സമയത്ത് കാണുമ്പോണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു വിയേർഡ് ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്തുള്ളൊരു വിഷ്വൽ ഞാനിവിടെ വയ്ക്കാം. ഈ ലേഡി ആ തിക്കിലും തിരക്കിലും അവിടെ വരുന്നതും, അവിടെയുള്ള കുറേ ഈ ലേഡി അടക്കം കുറേ പേര് ആ തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഇതിൻ്റെ ഒരു വിഷ്വൽ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് അധികാരം കണ്ടു കാണില്ല ആ ഒരു വിഷ്വൽ. ഞാൻ എന്തായാലും കുറച്ച് പോർഷനേ വെക്കുന്നുള്ളൂ, അവരുടെ ആ ഒരു അവസ്ഥയൊന്നും ഞാൻ വെക്കുന്നില്ല. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, ഈ പടത്തിൻ്റെ പ്രമോഷന് വേണ്ടി ഇവർ വെച്ച സ്പെഷ്യൽ ഷോ ആൻഡ് ടിക്കറ്റ് കൂട്ടിയ കാര്യങ്ങളും പിന്നെ പ്രീ പ്രമോഷൻ്റെ സമയത്ത് ഈ തിയേറ്ററിലേക്ക് വരണം എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടുവരിപ്പിക്കുന്നതും പ്ലസ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഫാൻ ഷോ നടക്കുന്ന തിയേറ്ററിലേക്ക് സ്പെഷ്യൽ ഷോ വെച്ച് ഒരു ഇൻഫർമേഷനും പോലീസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒരു സേഫ്റ്റിയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി ക്രൗഡ് പുൾ ചെയ്യാൻ വേണ്ടി അവിടെ വന്ന്, അത് വിഷ്വൽസിൽ ക്ലിയറാണ്, അവർ വന്നു പോകുമ്പോൾ തന്നെ അവർക്ക് ആ ക്രൗഡ് വരണം എന്നാണ്, ആ ഒരു മാസ് സാധനം കൊണ്ടുവരണം എന്നുള്ള മാതിരി വന്നു പോയിട്ട് അതിലൊരു ലേഡി മരിച്ചതിന് ശേഷം ഓക്കെ സഹായം കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം ചെയ്തു, എല്ലാം ഫൈൻ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇവിടുത്തെ നിയമത്തിന് വെച്ച് വീണ്ടും കളിയാക്കലും അല്ലെങ്കിൽ ഇവിടുത്തെ ഇങ്ങനത്തെ പ്രമോഷൻ തന്ത്രങ്ങളും അപ്പോൾ പ്യുവർ ഡ്രാമയുടെ ഇത് പുഷ്പ 2-ലുള്ളതിനേക്കാൾ വലിയ ഡ്രാമയാണ് ഈ സംഗതി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. അല്ലാതെ എന്ത് ചെയ്യൂ ഇവിടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കൂ? ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇത് പ്യുവർ ഡ്രാമ ആൻഡ് പ്രൊമോഷൻ, എഗെയിൻ ഒരു പ്രൊമോഷൻ തന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം ഇന്ന് ഈ ന്യൂസിൽ മൊത്തം ഇതായിരിക്കും, എല്ലാവരും സംസാരിക്കുന്നത് ഇതായിരിക്കും അല്ലേ? എഗെയിൻ ആ പുഷ്പ 2 പുഷ്പ ആ ബ്രാൻഡ് തന്നെ കയറിപ്പോവും. ദാറ്റ് ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്വാഗ് സാധനം ആൾക്കാർ വരുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ദ വേ ദേ ക്രിയേറ്റഡ് കാണുമ്പോൾ തന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല മക്കളെ. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അല്ലു അർജുൻ ഫാൻസിന് ഒന്ന് പൊങ്കാലിട്ട് പോവാം, ഐ ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞല്ലോ, പടം ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഐ റെസ്പെക്ട് ദാറ്റ്. ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്, അതും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇതിങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതാണെങ്കിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മുന്നോട്ടൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഫാൻ ഷോസ് വരും,
തിക്കും തിരക്കും വരും. ഇനി ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഒരു തരത്തിലും അറിയിക്കാതെ ആളുകൾ, നടന്മാരും നടിമാരും കയറി വന്നിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഇനിയും കാണേണ്ടി വരും. ബിക്കോസ് ഇമോഷനാണ് ആളുകൾക്ക്, ആരാധനയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അവരുടെ പേഴ്സൺ ടു പേഴ്സൺ അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും കൊള്ളാം, താഴത്തില്ല അല്ലേ?